ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിൻ്റെ, അതായത് ഹാഫ് ഇയർലി എക്സാമിൻ്റെ മാത്സിൻ്റെ ഗണിതത്തിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. EVSൻ്റെയൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കയ്യിൽ കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ഷീറ്റ് കിട്ടിക്കാണെന്ന് കരുതുന്നു. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവാം, മാർക്ക് കുറഞ്ഞ കൂട്ടുകാരുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ക്ലാസ് ആണിത്. നമ്മൾ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് നമ്മൾ ഈ എക്സാമിന് വരുത്തിയത്, അത്തരം മിസ്റ്റേക്കുകൾ അടുത്ത എക്സാമിന് വരുത്താതെ ഇരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എവിടെയാണ് തെറ്റ് പറ്റിയെന്നൊക്കെ അറിയണം അല്ലേ. അപ്പോൾ അത് നമുക്ക് ചോദ്യപേപ്പർ ഒരു വട്ടം നമുക്ക് ചെയ്ത് നോക്കാം. ആൻസേഴ്സ് ഏതാണ് നമുക്ക് ശരിയായിട്ടുള്ള ആൻസേഴ്സ് എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അതിനാണ് നമ്മൾ അനലൈസ് ക്ലാസ് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ചോദ്യപേപ്പർ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കമൻസ് വരാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അനലൈസ് ക്ലാസ്, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നൊരു ക്ലാസ് നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരുടെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിരുന്നില്ല. അപ്പം നമ്മൾ ഗണിതത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്കും കൂടെ യൂസ് ആവുന്ന രീതിയിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കൂട്ടുകാർക്കും യൂസ്ഫുൾ ആവുന്ന ക്ലാസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് 5 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്, 5 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. അതിലെ നമുക്ക് 3ാമത്തെയും 4ാമത്തെയിലും A or B ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആൻസർ എക്സാമിന് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ, എങ്ങനെയാണ് എഴുതേണ്ട രീതിയൊക്കെ. ഇവിടെ നമുക്ക് നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1ാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഗോലിക്കളിയാണ്. അപ്പോൾ നമ്മൾ പ്രവർത്തനത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്നും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഏത് ക്ലാസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് 1ാമത്തെ പ്രവർത്തനം ഗോലിക്കളിയാണ്. ബിബിയും കൂട്ടുകാരും ഗോലി എറിഞ്ഞ് കളിക്കുകയാണ്. ഒരാൾക്ക് 10 ഗോലി എറിയാം. ബിബിക്ക് 213 പോയിന്റ് കിട്ടി. ഓക്കെ, അതായത് ബിബിക്ക് കിട്ടിയത് എത്രയാണ്? 213 പോയിന്റ് കേട്ടോ. എങ്ങനെയാണ് ഇവിടെ നോക്കൂ, ഈ ഉള്ളിൽ കാണുന്ന ഒരു ചെറിയ റൗണ്ട് കണ്ടോ, അപ്പൊ അവിടെ 100കളാണ് എഴുതേണ്ടത്. അപ്പോൾ 213 എന്ന് വെച്ചാൽ 213. അപ്പൊ 213 ഈ ആദ്യത്താണ് 100ന്റെ സ്ഥാനം അല്ലേ, രണ്ടാമത്തത് 10ന്റെ സ്ഥാനം, അടുത്തത് 1ന്റെ സ്ഥാനമാണ്. അപ്പൊ ഉള്ളിലുള്ളത് 100ആണ്. അപ്പൊ ഇവിടെ 100ന്റെ സ്ഥാനത്ത് എത്രയാണ്? 2ആണ്. അപ്പൊ ഇവിടെ 2 ഗോലി. 10ന്റെ സ്ഥാനത്ത് ഏതാ? 1ആണ്. അപ്പൊ 10ന്റെ റൗണ്ടിൽ 1 ഗോലി. 1ന്റെ സ്ഥാനത്ത് 3, അപ്പൊ 1ന്റെ കോളത്തില് 3 ഗോലി. കണ്ടില്ലേ? സിബിക്ക് എത്ര പോയിന്റ് കിട്ടി? കളം നോക്കി എഴുതുക. സിബിയുടെ ഇതാ ഇവിടെ ഉണ്ട്. ഇതിൽ എത്ര അപ്പൊ ഇത് നോക്കിയിട്ട് സിബിക്ക് കിട്ടിയ പോയിന്റ് എഴുതൂ. 100 എത്രയാ? 3. 10 എത്രയാ? 1 2 3 4 10 1 2 3 3 1 എത്രയാ? 343, 343. സിബിക്കും ബിബിക്കും കൂടി ആകെ കിട്ടിയ പോയിന്റ്, ആകെയാണ് കാണാൻ പറയുന്നത്, എന്ന് വെച്ചാൽ ടോട്ടലാണ് കാണാൻ പറയുന്നത്. അപ്പൊ സിബിക്കും ബിബിക്കും കിട്ടിയെന്ന് പറയുമ്പോൾ 213ഉം 213ഉം എന്ത് ചെയ്യണം? അതെ, 213ഉം 343, ഇത് രണ്ടും ഇതും നമ്മളിപ്പോൾ എഴുതിയ ഈ ആൻസർ തമ്മിൽ കൂട്ടണം. ഓക്കെ, 343 കൂട്ടണം 213. അറിയില്ലേ എങ്ങനെ കൂട്ടണ്ടെന്നുള്ളത്? 3 കൂട്ടണം 3 6, 4 കൂട്ടണം 1 5, 3 കൂട്ടണം 2 5, 556, 556. അതിൽ തന്നെ, അതായത് പ്രവർത്തനം 1ന്റെ സി ഭാഗത്തെ ചോദ്യം, എബിക്ക് കിട്ടിയ പോയിന്റ് 523 ആണ്. പോയിന്റ് അനുസരിച്ച് കളത്തിൽ ഗോലികൾ വരച്ചു ചേർക്കുക. സിമ്പിൾ അല്ലേ? 100ന്റെ വട്ടത്തിൽ എന്ത് വരയ്ക്കണം? 5 ഗോലി, 10ന്റെ 2 എണ്ണം, 1ന്റെ 3 എണ്ണം വരയ്ക്കുക. ഇതുപോലെ വരച്ചു ചേർക്കുക. ഓക്കെ, അടുത്തത് ഗോപു എറിഞ്ഞ 10 ഗോലിയും കളത്തിൽ വീണു. ഗോപു 10 ഗോലി എറിഞ്ഞു. ഗോപുവിന് കിട്ടിയ പോയിന്റ് ചുവടെ തന്നതിൽ ഏതാണ്? ശരി ഉത്തരത്തിന് ടിക്ക് അടയാളം ഇടുക. അതെങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ആകെ എത്ര ഗോലിയാ? 10 ഗോലിയുള്ളൂ അല്ലേ. അപ്പൊ ഈ 3 സംഖ്യകൾ കൂടെ കൂട്ടുമ്പോൾ 10 വരാൻ പാടുള്ളൂ, 10ൽ കൂടാൻ പാടില്ല കേട്ടോ. 10 കൂടാനും പാടില്ല, 10 കുറയാനും പാടില്ല. മനസ്സിലായില്ലേ? ഇവിടെ 6 4 642. അപ്പോൾ ഇവിടെ നോക്കൂ, സംഖ്യകൾ തമ്മിൽ കൂട്ടൂ. 6 കൂട്ടണം 4 കൂട്ടണം 2, ഉത്തരം 12 വരുന്നില്ലേ? അപ്പൊ 12 10 ഗോലിയുള്ളൂ അല്ലേ. അപ്പൊ അതല്ല. 3 കൂട്ടണം 4 കൂട്ടണം 1, എത്ര വരുന്നത്? 8. അപ്പൊ 10 എണ്ണം ആയില്ല അല്ലെ. അപ്പൊ അതുമല്ല. 6 കൂട്ടണം 3 കൂട്ടണം 0 9 ആണ്. അപ്പൊ അതുമല്ല. 7 കൂട്ടണം 3 കൂട്ടണം 0 എത്രയാ? 10. അപ്പൊ ഉത്തരം എന്താ? ഡി ആണ് അല്ലെ, കറക്റ്റ് ആൻസർ. 2ാമത്തെ പ്രവർത്തനം ഗണിതമേള. ഗണിതമേളയ്ക്ക് ക്ലാസ് മുറി അലങ്കരിക്കാനായി ബലൂണുകൾ വെച്ചത് നോക്കുക. ചിത്രത്തിൽ ആകെ എത്ര ബലൂണുകൾ ഉണ്ട്? ആകെ എത്ര ബലൂൺ? ഇവിടെ കൂട്ടുന്നിടത്ത് എഴുതുക കേട്ടോ. എത്ര കൂട്ടാൻ കൊടുത്തിട്ട്? 3 എണ്ണം അല്ലെ. ഒരു ഇതില് എത്ര ബലൂൺ ഉണ്ട്? 4 അല്ലേ. 4 4 4. അപ്പൊ എങ്ങനെ എഴുതണം? 4 കൂട്ടണം 4 കൂട്ടണം 4, 4 + 4 + 4. ഇത് നമുക്ക് ഇൻറ്റു ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം? എത്ര എണ്ണം ഉണ്ട്? 3 ഗ്രൂപ്പായിട്ട് വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ 3 × 3 ഗുണിക്കണം 4, 1ൽ 4 എണ്ണം ഇല്ലേ. അപ്പൊ 3 ഗുണിക്കണം 4, ഉത്തരം എന്താ?
ഗുണനപ്പട്ടികയിൽ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവില്ലേ, മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ. 3 into 4 അല്ലെങ്കിൽ 3 ഗുണിക്കണം 4, ആൻസർ എന്താ 12, 12. സമ്മാനം കൊടുക്കുന്നതായി 5 പേന വാങ്ങണം. ഒരു പേനയുടെ വില 6 രൂപയാണ്. ആകെ എത്ര രൂപ വേണം? അപ്പൊ എങ്ങനെ നമുക്ക് ചെയ്യാം? ഒന്നിന്റെ വില ഇവിടെ തന്നിട്ടുണ്ട്, എത്ര പേനയാണെന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? കൂട്ടാം, ഇൻറ്റു ചെയ്യാം കേട്ടോ. കൂട്ടാം, അതിൽ ഇൻറ്റു ചെയ്യാം. നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. ഇവിടെ ശരിക്കും ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ, ഇൻറ്റു ആണ് ചെയ്യേണ്ടത് കേട്ടോ, ഗുണനമാണ് ചെയ്യേണ്ടത്. 5 ഗുണിക്കണം 6 ചെയ്യാം, അല്ലെങ്കിൽ 6 ഗുണിക്കണം 5 ചെയ്താലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഉത്തരം എന്താണ്? അതെ 30. അതായത് എത്ര രൂപ വേണം? 30 രൂപ വേണം അല്ലേ, 30 രൂപ. അടുത്ത സി, 10 ഗുണിക്കുന്ന 3 30 ആണ്. 12 ഗുണിക്കുന്ന 3 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട് ശരിയായതിന് ടിക്ക് അടയാളം ഇടുക. അപ്പൊ 12 ഗുണിക്കുന്ന 3 ആൻസർ എത്രയാന്ന് ആദ്യം അറിയണം. എത്രയാ? 36 അല്ലെ, 36 ആണ്. 30നോട് ഒരു പ്രാവശ്യം 3 കൂട്ടിയാൽ 30 ആവുമോ? 33 ആവുള്ളൂ അല്ലേ. അപ്പൊ ഇതല്ല. 30ൽ നിന്ന് ഒരു പ്രാവശ്യം 3 കുറച്ചാൽ 36 ആവുമോ? ഇല്ല അല്ലെ. അപ്പൊ 27 ആവുള്ളൂ. 30നോട് 2 പ്രാവശ്യം 3 കൂട്ടിയാൽ 36 ആവുമോ? അതെ. 30നോട് 2 പ്രാവശ്യം 3 കൂട്ടുക വെച്ചാൽ 3 കൂട്ടണം 3, 30 കൂട്ടണം 3 കൂട്ടണം 3, 36 ആയില്ലേ. അപ്പൊ ആൻസർ എന്താ? സി ആണ് കേട്ടോ. ഡിയോ അല്ല. 30ൽ നിന്ന് 2 പ്രാവശ്യം 3 കുറയ്ക്കുക വെച്ചാൽ 2 തവണ 3 കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതുമല്ല. അടുത്ത ഡി, പാറ്റേൺ പൂർത്തിയാക്കുക. ശ്രദ്ധിക്കുക, ഇവിടെ 2ന്റെ കൂടെ വീണ്ടും 2 കൂട്ടി 4. ഇനി 4ന്റെ കൂടെ ഈ 4 കൂട്ടുക, അപ്പൊ 8. ഇനി 8ന്റെ കൂടെ 8 കൂട്ടുക, അപ്പൊ എന്താ വരിക? 16. കണ്ടോ, 16ന്റെ കൂടെ 16 കൂട്ടിയപ്പോ 32. അടുത്തത് പ്രവർത്തനം 3 ആണ്. 3ലെ എ സെക്ഷനിലാണ് നീളം കണക്കാക്കാമാണ് കേട്ടോ. ഓരോന്നിലെ നീളം കണ്ടെത്തി എഴുതുക. പെൻസിൽ, ഇതാണ് കേട്ടോ പെൻസിൽ. അപ്പൊ എപ്പോഴും നമ്മൾ സ്കെയിൽ വെച്ച് അളക്കുന്ന സമയത്ത് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം പറഞ്ഞു. നമ്മൾ ചാപ്റ്റർ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, 0യിൽ നിന്ന് തുടങ്ങണം, 0ത്തിൽ നിന്ന് തുടങ്ങണം. അപ്പൊ പെൻസിലിന്റെ നീളം എത്രയാണ്? സെന്റിമീറ്ററിലാണ്. സ്കെയിലുള്ളത് സെന്റിമീറ്ററിലായിരിക്കും കേട്ടോ. സിഎം കണ്ടോ. അപ്പൊ എത്രയാണ് പെൻസിലിന്റെ അളവ്? ഈ മൊന വന്ന് നിൽക്കുന്നത് എവിടെയാ? 9ലാണ്. അപ്പൊ എത്ര സെന്റിമീറ്റർ ആണ്? ഇവിടെ നമ്മൾ 8 എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെ ഇതാണ് അല്ലേ ശരിക്കും, ഈ 9ലാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ 9 നാക്ക് കേട്ടോ. ഇത് 9 സെന്റിമീറ്റർ കേട്ടോ. എത്ര സെന്റിമീറ്റർ? 9 സെന്റിമീറ്റർ. പേനയുടെ ആണെങ്കിലോ എങ്ങനെ നമുക്ക് കണക്കാക്കാം? ഇതേപോലെ തന്നെ പേനയുടെയും കണക്കാക്കി 11 ആണോ വരുന്നത്? ഇതേപോലെ നമ്മളിവിടെ നിൽക്കുന്നത് 13ലാണ്. ശരിക്കും നമ്മൾ എവിടെ നിന്ന് കണക്കാക്കണം? ഇവിടെ 0യിൽ നിന്ന് കണക്കാക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കണക്കാക്കി 2ൽ നിന്ന് തുടങ്ങുക. 2 × 3 1 സെന്റിമീറ്റർ. ഇവിടെ നിന്ന് 2, 3, 4, 5, 6, 7, 8, 9, 10, 11 സെന്റിമീറ്റർ അല്ലെ പേന. ചാട്ട മത്സരത്തിൽ ഓരോരുത്തരും ചാടിയ ദൂരം നോക്കൂ. അലൻ ചാടിയത് 1 മീറ്റർ 2 സെന്റിമീറ്റർ, അലീന ചാടിയത് 106 സെന്റിമീറ്റർ. അപ്പൊ ആദ്യം നമുക്ക് അറിയണം 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്. ക്ലാസ് നന്നായി കണ്ട കൂട്ടുകാർക്ക് അറിയാലോ ഇതിന്റെ ഉത്തരം. ഒരു മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ ആണ് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? അലീനയുടെ 106 സെന്റിമീറ്റർ നമുക്ക് മീറ്ററിലേക്കും സെന്റിമീറ്ററിലേക്കും എഴുതാം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കണ്ടില്ലേ. 106 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ ഇതിൽ എത്ര 100 ഉണ്ട്? അതായത് 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. ഇത് സെന്റിമീറ്റർ എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരുള്ളൂ. അപ്പൊ 106 സെന്റിമീറ്ററിൽ എത്ര 100 ഉണ്ട്? 100 എന്ന് വെച്ചാൽ 1 മീറ്ററും ബാക്കിയുള്ളത് സെന്റിമീറ്റർ. അപ്പൊ 1 മീറ്റർ 6 സെന്റിമീറ്റർ. അപ്പൊ അലീന ചാടിയത് എത്രയാ? 1 മീറ്റർ 6 സെന്റിമീറ്റർ ചാടിയിട്ടുണ്ട്. അപ്പൊ ആരാ ഏറ്റവും കൂടുതൽ ചാടിയത്? അലീന അല്ലെ. കാരണം അലൻ ചാടിയത് 1 മീറ്റർ 2 സെന്റിമീറ്റർ. അപ്പൊ ആരാ കൂടുതൽ ചാടിയത്? അലീന. എത്ര കൂടുതൽ കണ്ടെത്താൻ എന്ത് ചെയ്യണം? കുറയ്ക്കണം. വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കാന്ന് വെച്ചാൽ 1 മീറ്റർ 6 സെന്റിമീറ്റർ കുറയ്ക്കണം, 1 മീറ്റർ 2 സെന്റിമീറ്റർ. ഉത്തരം എന്താ വരിക? 6ൽ നിന്നും 6 കുറയ്ക്കുക, ഉത്തരം 4 സെന്റിമീറ്റർ. 1 1 കുറച്ച 0 അല്ലേ, 6 2 കുറച്ച 4. അപ്പൊ 4 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ അലീന അലനേക്കാളും 4 സെന്റിമീറ്റർ അധികം ചാടി. അപ്പൊ അലീനയാണ് ജയിച്ചത്. അടുത്തത് സി ട്ടോ. വലകളുടെ നീളം ചെറുതിൽ നിന്ന് വലുതിലേക്ക് ശരിയായി ക്രമപ്പെടുത്തി ടിക്ക് അടയാളം ഇടുക. ചെറുതിൽ നിന്ന് വലുത്. ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം. 1 അല്ലെ. അത് കഴിഞ്ഞാൽ 3, പിന്നെ 2, 4. അപ്പൊ സി ആണ് കറക്റ്റ്. അടുത്തത് പ്രവർത്തനം 3 ആണ്. കണ്ടെത്താൻ എഴുതാം. ഓരോന്നിന്റെയും നീളം കണ്ടെത്തി എഴുതുക. പെൻസിലിന്റെ നീളം എത്രയാ? ഇവിടുത്തെ പെൻസിൽ എത്രയാ? പെൻസിലിന്റെ നീളം 10 അല്ലെ. ഇവിടെ കറക്റ്റ് ഇതാണ്ടോ 10 സെന്റിമീറ്റർ. സ്കെച്ച് പെന്നിന്റെ നീളം ഇതുപോലെ കണ്ടെത്തുക കേട്ടോ. 1, 2, 3 അങ്ങനെ നമ്മൾ എണ്ണിയില്ലേ. അപ്പൊ നിങ്ങൾക്ക് വേഗം കിട്ടും. 8 സെന്റിമീറ്റർ. ഗണിതമേളയ്ക്ക് ടീച്ചർ റിബൺ കൊടുത്തു നോക്കൂ. അപ്പൊ ഇവിടെ 3ാം ക്ലാസ്സിലെ കുട്ടിയോട് പറയുന്നത് റിബണിന് 1 മീറ്റർ 10 സെന്റിമീറ്റർ നീളമുണ്ട്. 4ാം ക്ലാസ്സിലെ കുട്ടിയോട് പറയുന്നത് ഇതിന്റെ നീളം 108 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ എ പാർട്ടിൽ ചെയ്ത അതേപോലെ തന്നെയാണ് ബി പാർട്ടും വന്നിരിക്കുന്നത്. മീറ്റർ സെന്റിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ മാറ്റി എഴുതുക. ഒന്നെങ്കിൽ 1 മീറ്റർ 10 സെന്റിമീറ്ററിന് മൊത്തം സെന്റിമീറ്റർ ആക്കി എഴുതുക, അല്ലെങ്കിൽ
സെന്റിമീറ്ററിലുള്ളതിനെ മീറ്ററിലേക്ക് ആക്കി എഴുതുക കേട്ടോ. അപ്പൊ നമ്മളിവിടെ 108 സെന്റിമീറ്റർ എന്നുള്ളതിനെ മീറ്ററും സെന്റിമീറ്ററും ആക്കി എഴുതിയിരിക്കുകയാണ്. 108, അപ്പൊ എത്ര 100 ഉണ്ട്? ഒരു 100 അല്ലേ. അപ്പൊ 1 മീറ്റർ 8 സെന്റിമീറ്റർ. അപ്പൊ ഇതില് 4ാം ക്ലാസ്സിലെ 1 മീറ്റർ 8 സെന്റിമീറ്ററും 3ാം ക്ലാസ്സിലത്തെ കുട്ടീന്റെ കയ്യിൽ 1 മീറ്റർ 10 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ ഏത് ക്ലാസ്സിലാണ് കൂടുതൽ നീളമുള്ള റിബൺ കൊടുത്തത്? 3ാം ക്ലാസ്. നീളം എത്ര കൂടുതൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം, കുറയ്ക്കണം. 1 മീറ്റർ 10 സെന്റിമീറ്ററിൽ നിന്നും 1 മീറ്റർ 8 സെന്റിമീറ്റർ കുറയ്ക്കുക. 10 കുറച്ച് എത്ര വരിക? 2 സെന്റിമീറ്റർ. അപ്പൊ 2 സെന്റിമീറ്റർ ആണ് അധികം ഉള്ളത്. ഓക്കെ, അടുത്ത സി പാർട്ട്. ചുവടെ തന്നിരിക്കുന്നവയിൽ 2 വരകളുള്ള നീളം ഒരേ നീളമാണ്. ശരിയായതിൽ നേരെ ടിക്ക് അടയാളം ഇടുക. അതിൽ ഏത് വരകളാണ് ഒരേ അളവുള്ളത്? 1ഉം 4. ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ 1ഉം 4ഉം ആണ് ഉത്തരം. അപ്പൊ സി ആണ് ആൻസർ കേട്ടോ. അടുത്ത 4ാമത്തേല് എ സംഖ്യ എത്രയെന്നാണ് നമ്മുടെ ചോദ്യം, എ പാർട്ട്. അത് എ ഭാഗത്തെ ചോദ്യം. ഗണിതമേളയിൽ ഓരോ ക്ലാസ്സിലും നേടിയ പോയിന്റ് നോക്കൂ. ക്ലാസ് 1ന് 115, 2 135, 3 198, 4ാമത്തെ 218. 1ാം ക്ലാസ്സിനേക്കാൾ എത്ര പോയിന്റ് കൂടുതലാണ് 2ാം ക്ലാസ്സിന്? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്ത് ചെയ്യണം? 1ഉം പറയുന്നുണ്ട്, ഇവിടെ 2ഉം പറയുന്നുണ്ട്. എത്ര പോയിന്റ് കൂടുതൽ കണ്ടെത്താൻ വലിയ സംഖ്യ ചെറിയ സംഖ്യ മൈനസ് ചെയ്യണം, കുറയ്ക്കണം. അപ്പൊ 1ാം ക്ലാസ്സിനേക്കാൾ എത്ര പോയിന്റ് കൂടുതലാണ് 2ാം ക്ലാസ്സിന്? അപ്പൊ 2ാം ക്ലാസ്സിനാണ് കൂടുതൽ അല്ലേ. അപ്പൊ 2ാം ക്ലാസ് പോയിന്റിൽ നിന്ന് 1ാം ക്ലാസ് പോയിന്റ് കുറയ്ക്കുക. 135 കുറയ്ക്കണം 115. 135 മൈനസ് 115. ആൻസർ എന്താ? 5 5 കുറച്ച് 0, 3 1 കുറച്ച് 2, 1 1 കുറച്ച് 0. അപ്പൊ ഉത്തരം 20 പോയിന്റ് ആണ് അധികം അല്ലേ. അടുത്തത് എത്ര പോയിന്റ് കൂടി കിട്ടിയാൽ 3ാം ക്ലാസ്സുകാർക്ക് 1ാം സ്ഥാനം കിട്ടും? അപ്പൊ ഇവിടെ 1ാം സ്ഥാനം ഏതാ? 4ാം ക്ലാസ്സിന്റെ 218. അപ്പൊ ഈ 3ാം ക്ലാസ്സുകാർക്ക് 1ാം സ്ഥാനം കിട്ടണമെങ്കിൽ 218 പോയിന്റ് കിട്ടണമെങ്കിൽ എത്ര അധികം ആകണം? 3ാം ക്ലാസ്സുകാർക്ക് എത്ര പോയിന്റ് കിട്ടണം? 218 198 മൈനസ് ചെയ്യുക. 8 8 കുറച്ചാൽ 0. 1 9 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 2ന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി. അപ്പൊ 1 11 ആവും, 2 1 ആവും. 11 9 കുറയ്ക്കുക എന്താണ്? 2. അപ്പൊ ഉത്തരം എന്താ വരിക? 20 പോയിന്റ്. അതും 20 തന്നെയാണ് അല്ലേ. എത്ര പോയിന്റ് കൂടി കിട്ടിയാൽ 3ാം ക്ലാസ്സുകാർക്ക് 1ാം സ്ഥാനം കിട്ടും? അപ്പൊ ശരിക്കും പറഞ്ഞാൽ 20 കിട്ടിക്കഴിഞ്ഞാൽ 4ാം ക്ലാസ്സിന് തുല്യമാവും, 218 ആവും. അതിന്റെ കൂടെ എന്താണ്? 20 എഴുതിയാലും ശരി ഉത്തരം തന്നെയാണ്. അതെല്ലാം 4ാം ക്ലാസ്സിലെ കുട്ടികളെക്കാളും പോയിന്റ് അധികം കിട്ടണമെങ്കിൽ അതിന്റെ കൂടെ ഒന്നും കൂടെ പ്ലസ് ചെയ്യണം അല്ലേ ശരിക്കും. അപ്പൊ ഒരു പോയിന്റ് കൂടെ അധികമായാൽ 219 പോയിന്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും? 1ാം സ്ഥാനം ആവും അല്ലേ. അല്ലെങ്കിൽ തുല്യമാവും. 4ാം ക്ലാസ് കുട്ടികളുമായിട്ട് തുല്യമാവും. ഓക്കെ, അബാക്കസിലെ സംഖ്യ ഏത്? അപ്പൊ ഇവിടെ അബാക്കസ് കൊടുത്തില്ലേ, ഇത് നോക്കിയിട്ട് ഇതിൽ ഏതാണ് സംഖ്യ എന്ന് എഴുതുക കേട്ടോ. 100ന്റെ 10ന്റെയും 1ന്റെയും സ്ഥാനം നോക്കുക, സംഖ്യ എഴുതുക 547. അടുത്ത അബാക്കസിലെ സംഖ്യയിൽ നിന്നും 231 കുറച്ച സംഖ്യ ചുവടെയുള്ള അബാക്കസിൽ മുത്തുകൾ വരച്ച് കാണിക്കൂ, സംഖ്യ എഴുതും. അതായത് 547 231 കുറയ്ക്കുക. 7 1 കുറച്ചാൽ 6, 4 3 കുറച്ചാൽ 1, 5 2 കുറച്ചാൽ 3. 316 എന്നുള്ളത് ഈ അബാക്കസിൽ എന്ത് ചെയ്യുക? വരച്ചിട്ട് ആ സംഖ്യ ഇവിടെ എഴുതുക കേട്ടോ. ഇതുപോലെ എന്ത് ചെയ്യുക? വരയ്ക്കുക. 316നെ അബാക്കസിൽ വരയ്ക്കുക. അടുത്തത് 4b വ്യത്യാസം കണ്ടെത്താം. ഇവിടെ അബാക്കസ് കൊടുത്തിട്ടുണ്ട്. അബാക്കസിലെ സംഖ്യ ഏതെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയില്ല എഴുതാൻ. 100 നോക്കുക, 10 നോക്കുക, 1 നോക്കുക, സംഖ്യ എഴുതുക. 432. 100ന്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്ത് 10ന്റെ സ്ഥാനത്ത് ഇട്ടാൽ കിട്ടുന്ന സംഖ്യ ഏത് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു മുത്തെടുത്ത് നമ്മൾ ഇവിടെ ഇട്ടു. അപ്പൊ അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന സംഖ്യ എത്രയാണ്? 342. സംഖ്യയിലുണ്ടായ വ്യത്യാസം എത്രയെന്ന് കണ്ടെത്താൻ, വ്യത്യാസം കണ്ടെത്താൻ എപ്പോഴും നമ്മൾ മൈനസ് ചെയ്യണം കേട്ടോ. ഡിഫറൻസ് കണ്ടെത്താനാണ് പറയുന്നത്, മൈനസ് ആണ്, കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. 432 342 മൈനസ് ചെയ്യുക. 2 2 കുറച്ച് 0, 3 4 കുറയ്ക്കാൻ പറ്റില്ല. അടുത്ത സംഖ്യയിൽ നിന്ന് കടം വാങ്ങുന്നു. 13, 4 3 ആയി. 13 4 കുറച്ചു 9. അപ്പൊ ആൻസർ 90. മനസ്സിലായില്ലേ? അടുത്തത് ഡി. സ്കൂൾ ഗണിതമേളയ്ക്കായി 3ാം ക്ലാസ്സിൽ നിന്ന് കിട്ടിയത് 875 രൂപയാണ്. സാധനങ്ങൾ വാങ്ങാനായി 650 രൂപ ചെലവായി. ബാക്കി എത്ര രൂപയുണ്ട്? വീണ്ടും മൈനസ് ആണ് കേട്ടോ ചെയ്യാൻ വന്നിരിക്കുന്നത്. 875 എന്ത് കുറയ്ക്കുക? 680 രൂപ കുറയ്ക്കുക. 5 0 കുറച്ച് 5, 7 8 കുറയ്ക്കാൻ പറ്റില്ല. 8 1 ചെയ്ത് 1 കൊടുത്തു. അപ്പൊ 17 ആയി. 8 7 ആയി. 17 8 കുറച്ചു 9, 7 6 കുറച്ചു 1. അപ്പൊ ഉത്തരം 195. അടുത്ത 5ാമത്തെ പ്രവർത്തനം. സമയം എത്ര? എ ഭാഗം. ഗണിതമേള തുടങ്ങിയ സമയമാണ് ചുവടെ തന്നിരിക്കുന്നത്. ക്ലോക്ക് നോക്കി സമയം എഴുതൂ. എത്ര മണിയാണിത്? ചെറിയ മുള്ള് നിൽക്കുന്നത് എവിടെയാ? അതെ, എവിടെയാണ്? അവർ ഹാൻഡ് നിൽക്കുന്നത് 10ലാണ് അല്ലെ. വലിയ സൂചി 12. അപ്പൊ സമയം എത്രയാ? 10 മണി. അടുത്ത 1 മണിക്ക് ഉച്ചഭക്ഷണം നൽകി. ആ സമയം ക്ലോക്കിൽ വരച്ചു ചേർക്കുക. ഓക്കെ, 1 മണി ഇതുപോലെ വരച്ചു ചേർക്കുക. അടുത്ത ക്ലോക്കിൽ സമയം 6:30ആണ്. താഴെ തന്നത് ശരിയായതിൽ അടയാളം ഇടുക. മിനിറ്റ് സൂചി 6ന് നേരെ, മണിക്കൂർ സൂചി 3നും 4നും നടുക്ക്. മിനിറ്റ് സൂചി 3ന് നേരെ, മണിക്കൂർ സൂചി 6ന് നേരെ. മിനിറ്റ് സൂചി 6ന് നേരെ, മണിക്കൂർ സൂചി 6നും 7നും നടുക്ക്. മിനിറ്റ് സൂചി 6ന് നേരെ, മണിക്കൂർ സൂചി 4നും 5നും ഇടയ്ക്ക്. എവിടെ വരിക? സി. മിനിറ്റ് സൂചി 6ന് നേരെ,
മണിക്കൂർ സൂചി 6-നും 7-നും നടുക്കാണ് വരിക. 6:30 എന്ന് പറയുമ്പോൾ കേട്ടോ. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കലണ്ടർ ആണ്. ഡിസംബർ 2025 കലണ്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഈ മാസത്തിലെ അവസാന തീയതി ഏത് ദിവസമാണ്? അപ്പോൾ ഡിസംബറിൽ എത്ര ദിവസമുണ്ട്? 31 ദിവസം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യും? കലണ്ടർ 31 ദിവസം എഴുതുക. 31 കണ്ടോ? ഈ 31 ഏത് ദിവസമാണ് വന്നിരിക്കുന്നത്? എവിടെയാണ്? അതെ, ബുധൻ. അപ്പോൾ ആൻസർ ബുധൻ. ഞായറാഴ്ചകളുടെ തീയതികൾ ഏതൊക്കെ? ശരിയായതിന് അടയാളം ഇടുക. ഞായറാഴ്ച ഏതൊക്കെയാ? 7-ഉം 8-ഉം ഞായറാഴ്ചയാണോ? അല്ല. 8-ഉം 7-ഉം ഞായറാഴ്ചയാണോ? അല്ല. 7-ഉം 14-ഉം ഞായറാഴ്ചയാണോ? അതെ. അപ്പോൾ ഉത്തരം സി. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാ പ്രവർത്തനത്തിന്റെ ആൻസേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഷീറ്റ് വെച്ച് കമ്പയർ നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിക്കാണെന്ന് കരുതുന്നു. അപ്പം മാർക്ക് കുറഞ്ഞ കൂട്ടുകാർ ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ. നമ്മൾ വീണ്ടും നന്നായി തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഉറപ്പായും വരുന്ന എക്സാംസിനൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമാവാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്